നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൊട്ടേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ H2 at 0 degree Celsius is approximately. സോ ചോദ്യം റൊട്ടേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്. എന്തിൻ്റെയാണ്? H2 മോളിക്യൂളിൻ്റെ ആണ്. അറ്റ് 0 degree Celsius approximately. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 1.5 ആൻഡ് ഓപ്ഷൻ ഡി 3.5. സോ ആദ്യം നമുക്ക് റൊട്ടേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. സോ Q rotational is equal to H square divided by 8 pi square I K sigma. ഇതാണ് റൊട്ടേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഫോർ റൊട്ടേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് Q rotation is equal to H square divided by 8 pi square I K sigma. ഓരോ ടേംസുകളെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ H. H ഇസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. H എന്ന് പറയുന്നത് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത് 8 പൈ സ്ക്വയർ I. I എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. I എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ആൻഡ് നെക്സ്റ്റ് വൺ K. K എന്ന് പറയുന്നത് എന്താണ്? ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. ദെൻ സിഗ്മ. സിഗ്മ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് തന്നെ ഹോമോന്യൂക്ലിയർ ആണെങ്കിൽ, ഹോമോന്യൂക്ലിയർ മോളിക്യൂൾ ആണെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു 2. എന്നാൽ ഹെട്രോ ആണെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഹോമോന്യൂക്ലിയർ ആണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഹെട്രോ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ സിഗ്മ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഹിയർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് H2 ആണ്. അതെന്താണ്? ഹോമോന്യൂക്ലിയർ ആണ്. സോ സിഗ്മ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണെന്ന് മനസ്സിലാക്കുക. ദെൻ H അറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. I മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. K ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് അറിയാം. ദെൻ സിഗ്മ അറിയാം. സോ ചില മോളിക്യൂൾസിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ചു വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ H2-ൻ്റെ O2-ൻ്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ചു വെച്ചിരിക്കുക. സോ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തരാം. സോ I is equal to 2mr square. So I is equal to 2 into m എന്ന് പറയുന്നത് 1.7 into 10 raised to minus 27 kilogram into r square. R square എന്ന് പറയുന്നതോ 2 into 10 raised to minus 10 square meter square. ഓക്കെ, ഇതാണ് 2mr square. 2mr square കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ആൻസർ കിട്ടിയത്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ഹൈഡ്രജൻ കിട്ടും. ഇറ്റ് ഈസ് 13.6 into 10 raised to minus 47 kilogram meter square. 13.6 into 10 raised to minus 47 kilogram meter square ആണെന്ത്? ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് H2. സോ നമുക്ക് എല്ലാ വാല്യൂസും ഇപ്പോൾ അറിയാം. Hൻ്റെ വാല്യൂ അറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എത്രയാണെന്ന്. I അറിയാം, ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് അറിയാം, സിഗ്മയും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. സോ നമുക്കറിയാം Q rotational is equal to ആദ്യം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് സ്ക്വയർ 6.626 into 10 raised to minus 34 joule second. The whole square, whole divided by H square കഴിഞ്ഞു. Then 8 into 8 കഴിഞ്ഞു
pi square. Pi യുടെ വാല്യൂ 3.14 the whole square into I. യുടെ വാല്യൂ നമുക്കിപ്പം കിട്ടി എത്രയാണ്? 13.6 into 10 raised to minus 47 kilogram meter square. അല്ലേ? ലാസ്റ്റ് ഇനി എന്തുണ്ട്? കെയുടെ വാല്യൂ എത്രയാണ്? 1.38 into 10 raised to minus 23 kilogram meter square second raised to minus 2 Kelvin minus 1 into 2. ഈ ഇക്വേഷനിൽ തന്നെ അവസാനത്തെ സിഗ്മ ആണ് ഇൻറ്റു 2. ഓക്കെ ആണല്ലോ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ആൻസർ 43.90 ഇൻറ്റു 10 raised to minus 68 joule square second square the whole divided by 2960.7 into 10 raised to minus 70 kilogram square meter raised to 4 s raised to minus 2 k raised to minus 1. ഇങ്ങനെയാണ് നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നത്. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്കെല്ലാം അറിയാവുന്നതിൻ്റെ യൂണിറ്റുകൾ ഇട്ട് പോവുക. കാരണം യൂണിറ്റ് കൺവേർഷൻ വരുമ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അറിയാവുന്ന വാല്യൂസ് എല്ലാം ഏത് യൂണിറ്റ് ആണോ ആ യൂണിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എഴുതി പോരുക. ഓക്കെ, സോ ഹിയർ the final answer become 43.90 into 10 raised to minus 68 joule square second square whole divided by 2960.7 into 10 raised to minus 70 kilogram square meter raised to 4 second raised to minus 2 Kelvin raised to minus 1. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. ജൂൾ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ആണ്. ഓക്കെ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2 ആണ് എന്ത്? ജൂൾ. ദെൻ ജൂൾ സെക്കൻഡ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1 ആണ്. എന്നാൽ ജൂൾ സെക്കൻഡ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കിലോഗ്രാം സ്ക്വയർ മീറ്റർ റൈസ് ടു 4 എസ് റൈസ് ടു മൈനസ് 2 ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഈ ജൂൾ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് ഇത് ഇത്രയും അല്ലേ. അപ്പം നമുക്ക് ഇത് ഇത്രയും വെട്ടിപ്പോകും യൂണിറ്റുകൾ. ദെൻ കെ റൈസ് ടു മൈനസ് 1 മുകളിൽ വരുമ്പോൾ എന്ത് വരും? കെ എന്ന് വരും. ഓക്കെ, സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will get the answer. It is approximately is equal to 1.48 Kelvin. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1.5 എന്ന് എഴുതാം. സോ ദ ആൻസർ 10 അല്ല 15 അല്ല, ദ ആൻസർ ഇറ്റ് ഈസ് 1.5. എങ്ങനെ ഇത് വന്നതെന്ന് മനസ്സിലായോ? ഒരിക്കൽ കൂടി പറയുന്നു, ജസ്റ്റ് നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക, അതിനകത്തോട്ട് നമ്മുടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദ റൊട്ടേഷണൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ക്യൂ റൊട്ടേഷണൽ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 8 പൈ സ്ക്വയർ ഐ കെ സിഗ്മ. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, ഐ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്, കെ എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, സിഗ്മ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾ ആണെങ്കിൽ 2 ആണ് സിഗ്മയുടെ വാല്യൂ, ഹെട്രോ ന്യൂക്ലിയർ ആണെങ്കിൽ 1 ആണ് സിഗ്മ. ദെൻ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വിത്ത് ദ യൂണിറ്റോട് കൂടി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫൈനലി ആൻസർ കൺഫ്യൂഷൻ വരത്തില്ല. ദെൻ ഐ ചില മോളിക്യൂളിൻ്റെ അറ്റ്ലീസ്റ്റ് കുറച്ച് മോളിക്യൂൾസിൻ്റെ പഠിച്ചു വെച്ചിരിക്കുക. H2ൻ്റെ ഐ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് 13.6 into 10 raised to minus 47 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഈ വാല്യൂ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ദെൻ ഈ വാല്യൂ ഉൾപ്പെടെ എല്ലാം എന്ത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ജൂൾ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് 2, ജൂൾ സെക്കൻഡ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റൈസ് ടു മൈനസ് 1, ജൂൾ സെക്കൻഡ് ദ ഹോൾ സ്ക്വയർ ഓഫ് കിലോഗ്രാം സ്ക്വയർ meter raised to 4 into second raised to minus 2. ഓക്കെ, സോ നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നു?
cut ചെയ്തു പോയി. Finally we will get 1.48 Kelvin. That is approximately 1.5. So the rotational partition function for H2 at 0 degrees Celsius is approximately 1.5. Clear ആണല്ലോ? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is not a feasible term simple for Ne? Ne means neon. 2p1 3p1 configuration. So ചോദിച്ചിരിക്കുന്നത് feasible ആയിട്ടുള്ള ടേം സിമ്പിൾ ആണ്. ഓക്കെ, ടേം സിമ്പിൾ ഓഫ് Ne 2p1 3p1. അപ്പം ചോദ്യം വായിക്കുക. ആരുടെയാണോ കണ്ടുപിടിക്കാനുള്ളത് ആദ്യം അയാളെ പരിചയപ്പെടുത്തുക. Ne 2p1 3p1. 2pയിലും ഒരു ഇലക്ട്രോൺ 3pയിലും ഒരു ഇലക്ട്രോൺ. ശ്രദ്ധിക്കുക, തെറ്റിപ്പോവരുത്. സോ നമ്മൾ ആദ്യം വരയ്ക്കുന്നു 2p. p ആണ്. സോ 3, ഇവിടെയും 3p ആണ്. 3 ബോക്സ്. ഓക്കെ, ദിസ് ഈസ് ഫോർ 2p ആൻഡ് ദിസ് ഈസ് 3p. 2pയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരേ ഒരു ഇലക്ട്രോൺ. 3pയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ. ഇത് വെച്ച് ഇനി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ നമുക്കറിയാം -1 0 1 ആണ്. ഇവിടെ -1 0 1 ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു ഇലക്ട്രോൺ, ദാറ്റ് മീൻ S is equal to half. ഇവിടെയും ഒരു ഇലക്ട്രോൺ, S is equal to half. സോ 2 ഇലക്ട്രോൺ ആകുമ്പോൾ half plus half is equal to 1. S എന്ന് പറയുന്നത് എത്ര ആവും? 1 ആവും. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇൻ കേസ് ഇത് മാത്രമേ ഉള്ളൂ, 2p1 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ബട്ട് ഹിയർ 2pയിലും ഒന്നുണ്ട് 3pയിലും ഒന്നുണ്ട്. രണ്ടും കൺസിഡർ ചെയ്യണം. സോ S ഈസ് ഈക്വൽ ടു ഹാഫ് ഇവിടുത്തെയും ഹാഫ് ഇവിടുത്തെയും. സോ 2 into half ഈസ് ഈക്വൽ ടു 1. സോ S ഈസ് ഈക്വൽ ടു 1. ടേം സിമ്പിൾ എന്ന് കേൾക്കുമ്പോഴേ അതിൻ്റെ ജനറൽ ഫോർമുല എഴുതി വെച്ചിരിക്കുക. 2s plus 1 Lj. 2s plus 1 Lj. This is the general form of term symbol. 2s plus 1 Lj. ഇതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. 2s plus 1 Lj. ഇവിടെ എസിൻ്റെ വാല്യൂ കിട്ടി, നമ്മൾ ഇനി 2s plus 1 കണ്ടുപിടിക്കണം. സോ 2 into എസിൻ്റെ വാല്യൂ 1 plus 1 3 കിട്ടി. അപ്പോൾ മുകളിൽ എഴുതേണ്ടത് നമുക്ക് ടേം കിട്ടി. ഇറ്റ് ഈസ് 3. ഓക്കെ, 2 into 1 plus 1 is equal to 3. അടുത്ത എന്ത് കണ്ടുപിടിക്കണ്ട? L കണ്ടുപിടിക്കണം. 2s plus 1 കിട്ടി. ഇനി അടുത്ത ടൈം L ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ -1 ഇരിക്കുന്നത്, ഇവിടെയും -1 ഇരിക്കുന്നത്. സോ L എന്ന് പറയുന്നത് മോഡുലസ് -1 പ്ലസ് -1 ഈസ് ഈക്വൽ ടു 2. മോഡുലസ് ആണ്, അതുകൊണ്ട് 2 ആണ്. 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അത് ഓർത്ത് വെച്ചിരിക്കുക. S ഈസ് ഈക്വൽ ടു, S ആകുമ്പോൾ എത്ര? L വാല്യൂ എത്രയാണ്? 0. ദെൻ P ആണെങ്കിൽ L വാല്യൂ 1. D ആണെങ്കിൽ L വാല്യൂ 2. ദെൻ ABCD F ആണെങ്കിൽ L വാല്യൂ 3. ഓക്കെ, ഇത് മറക്കരുത്. S ഈസ് ഈക്വൽ ടു 0, P 1 ആയിരിക്കും, D ആണെങ്കിൽ 2 ആയിരിക്കും, 3 ആണെങ്കിൽ F ആയിരിക്കും. ഇവിടെ 2 ആണ്, വിച്ച് കറസ്പോണ്ട്സ് ടു D. അപ്പോൾ മുകളിലുള്ളതും നടുക്കുള്ളതും കിട്ടി. ഇനി J മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടി 3D. 3Dയുടെ ടേം ആണെന്ന് കിട്ടി. ഇനി എന്താ എഴുതേണ്ടത്? താഴെയുള്ള J കണ്ടുപിടിക്കണം. J എങ്ങനെ കണ്ടുപിടിക്കുന്നത്? L plus S2 L minus S. L plus S മുതൽ L minus S വരെയാണ്. ഓക്കെ, ഇവിടെ L എന്ന് പറയുന്നത് 2 ആണ്, S എന്ന് പറയുന്നത് 1 ആണ്. സോ 2 plus 1, ദെൻ 3 ആണ്, 2 ആണ്. 2 minus 1 എന്ന് പറയുന്നത് 1 ആണ്. സോ ദ ആൻസർ 3, 2, 1 3 ടേമും ആവാം. സോ ദ ആൻസർ ഇറ്റ് ഈസ് 3D3, 3D2 ആൻഡ് 3D1. ദീസ് ആർ ദി ടേം സിമ്പിൾ. ഇതിൽ 3 ഏത് വേണമെങ്കിലും ആവാം. ദീസ് ആർ ദി ടേം സിമ്പിൾ ഓഫ് എന്ത്? Ne 2p1 3p1. ചോദ്യം ഇതാണ്,
the following is not a feasible time symbol. ഇതിലെ വരാത്തത് ഏതാണ് നോക്കാം. 3D2 ഉണ്ടല്ലോ, വന്നിട്ടുണ്ട്, ഇതുണ്ട്. 3D3 വന്നിട്ടുണ്ട്, ഇതും ഉണ്ട്. 3D1 ഇതും ഉണ്ട്. ഇനി ഇതെന്താ? 2D3 വന്നിട്ടുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് നോട്ട് എ ടൈം സിമ്പിൾ ഫോർ any 2P1 and 3P1. So the answer it is option D, 2D3. ഓക്കെ ആണല്ലോ. അവൻ ടൈം സിമ്പിൾ കണ്ടുപിടിക്കാൻ രണ്ട് ടേമായിട്ട് തരുവാണെങ്കിൽ അത് സെപ്പറേറ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ദെൻ അതുപോലെ ഫോർ എക്സാമ്പിൾ ഇവിടെ 2P1 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. N 2P1 മാത്രമേ ഉള്ളൂ. അതിന് ടൈം സിമ്പിൾ എന്ന് കണ്ടുപിടിക്കാം. P ആണ്. ഓക്കെ, 3 2P മാത്രമേ ഉള്ളൂ. സോ -1 0 1 ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ S എന്ന് പറയുന്നത് എന്തുവാ? ഇത് മാത്രമേ ഉള്ളൂ, ഹാഫ്. അപ്പം 2S + 1 2 × 1/2 + 1 = 2. എല്ലോ ഒന്നേ ഉള്ളൂ, ഒന്നാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് P ആണ്. ജെയോ L + S2 L - S ആണ്. L എന്ന് പറയുന്നത് ഒന്നാണ്, S എന്ന് പറയുന്നത് ഹാഫ് ആണ്. 1 + ½ 1 + ½ മുതൽ 1 - ½ വരെ, അതായത് 3/2 1/2. ഓക്കെ, സോ ദ ടൈം സിമ്പിൾ ഇറ്റ് ഈസ് 2P 3/2 2P 1/2. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളെങ്കിൽ രണ്ട് ബോക്സ് വരികയാണെങ്കിൽ രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. സോ കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ടെണ്ണം ചേർന്നുള്ളതായിരിക്കും വരുന്നത്. കാരണം നോർമലി ഒരെണ്ണം വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. സോ രണ്ടിൻ്റെ ആഡ് ചെയ്യാൻ മറക്കരുത്. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് ടൈം സിമ്പിൾ ഓഫ് any 2P1 and 3P1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിറ്റർമിനേഷൻ ഓഫ് CFSE of transition metal complex can be done using dash spectroscopy. Okay, determination of CFSE of transition metal complex can be done using dash spectroscopy. So option A electronic, option B rotational, option C ESR and option D NMR. നമുക്കറിയാം CFSE ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സോ ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽസ് ആർ കളേർഡ്, അല്ലേ? ഒരുപാട് ട്രാൻസിഷൻ മെറ്റൽസ് എന്താണ്? കളേർഡ് ആണ്. ബിക്കോസ് എനർജി ഇൻവോൾവ്ഡ് വിത്ത് ദീസ് ട്രാൻസിഷൻ ഒക്കേഴ്സ് ഇൻ ദി വിസിബിൾ പാർട്ട്. അതായത് ട്രാൻസിഷൻ നമുക്കുള്ള എക്സൈറ്റേഷൻ നടക്കുന്നത് കാണും, നമുക്ക് വിസിബിൾ പാർട്ടിലാണ് ഇതിൻ്റെ ട്രാൻസിഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കളേർഡായിട്ട് കാണപ്പെടുന്നത്. ഒക്ടാഹീഡ്രൽ, ടെട്രാഹീഡ്രൽ, സ്ക്വയർ പ്ലാനാർ ഇതെല്ലാം പ്രൊഡ്യൂസസ് ഇൻ ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്പ്ലിറ്റിംഗ്. ഓക്കെ, സോ ഈ എല്ലാ CFSE റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ബൈ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. Okay, so the answer it is option A, electronic spectroscopy. So ഒരിക്കൽ കൂടി പറയുന്നു, ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽസും കളേർഡ് ആണ്. കാരണം അവരുടെ ട്രാൻസിഷൻ ഇറ്റ് ഒക്കേഴ്സ് അറ്റ് എവിടെയാണ്? വിസിബിൾ റീജിയൻ. ഓക്കെ, സോ ഒക്ടാഹീഡ്രൽ, സ്ക്വയർ പ്ലാനർ, ടെട്രാഹീഡ്രൽ എല്ലാം ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാണിക്കും. അതിൻ്റെ എനർജി ഡിഫറൻസും ഉണ്ട്. ഇതിൻ്റെ എല്ലാ CFSE ഇൻഫർമേഷനും തരുന്നത് ഏത് സ്പെക്ട്രോസ്കോപ്പിയാണ്? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയാണ്. സോ ദ ഡിറ്റർമിനേഷൻ ഓഫ് CFSE ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സ് ക്യാൻ ബി ഡൺ യൂസിങ് ഏത് സ്പെക്ട്രോസ്കോപ്പിയാണ്? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When aqueous solvents are to be used in IR spectroscopy, sample and reference cell are made of.
Option A, CaCl2. Option B, CaF2. Option C, NaCl. And option D, KCl. Okay, so aqueous solvent ചോദിച്ചിരിക്കുന്നത് in IR spectroscopy. സാമ്പിളും റെഫറൻസും എന്തുകൊണ്ട് ഉണ്ടാക്കും? CaCl2 ഉണ്ട്, CaF2 ഉണ്ട്, NaCl ഉണ്ട്, KCl ഉണ്ട്. സോ IR സ്പെക്ട്രത്തിനെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് മെത്തേഡ്സ് IR സ്പെക്ട്രയിൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അവിടെ സോളിഡ് കോമ്പൗണ്ട്, ലിക്വിഡ് കോമ്പൗണ്ട് എല്ലാം എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ IR സ്പെക്ട്രോസ്കോപ്പി. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അക്വസ് സോൾവെൻ്റ് ആണ് അല്ലേ? അക്വസ് സോൾവെൻ്റ് ആകുമ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് CaF2 ആണ്. കാരണം CaF2 ഇറ്റ് ഈസ് വാട്ടർ ഇൻസോല്യൂബിൾ. ഓക്കെ, CaF2 എന്ന് പറയുന്നത് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്. അതുകൊണ്ടാണ് അക്വസ് സോൾവെന്റ് യൂസ് ചെയ്യുമ്പോൾ IR സ്പെക്ട്രയിൽ സാമ്പിൾ ആൻഡ് റെഫറൻസ് സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് CaF2, കാൽഷ്യം ഫ്ലോറൈഡ്. ക്ലിയർ? യെസ്. Next question. Natural rubber can be distinguished from butyl rubber by an IR spectral peak around. Natural rubber can be distinguished from butyl rubber by an IR spectral peak around. Option A, 1200 cm inverse. Option B, 1600 cm inverse. Option C, 2600 cm inverse. Option D, none of this. അപ്പോൾ നമുക്കറിയാം നാച്ചുറൽ റബ്ബറും ബ്യൂട്ടൈൽ റബ്ബറും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്താണെന്ന് നോക്കാം. രണ്ടിൻ്റെ സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം. നാച്ചുറൽ റബ്ബർ എന്ന് പറയുമ്പോൾ ഇതാണ് നാച്ചുറൽ റബ്ബറിൻ്റെ സ്ട്രക്ചർ. സോ ഇത് മറക്കരുത്, ദിസ് ഈസ് നാച്ചുറൽ റബ്ബർ. അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബ്യൂട്ടൈൽ റബ്ബറുമായിട്ട്. ബ്യൂട്ടൈൽ റബ്ബർ ആകുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ഇല്ല. സോ ബ്യൂട്ടൈൽ റബ്ബറിൻ്റെ കൂടെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. Okay, this is butyl rubber and this is natural rubber. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നാച്ചുറൽ റബ്ബറിന് എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, എന്നാൽ ബ്യൂട്ടൈൽ റബ്ബറിന് ഡബിൾ ബോണ്ട് ഇല്ല. ഓക്കെ, സോ നാച്ചുറൽ റബ്ബറിന് ഡബിൾ ബോണ്ട് ഉണ്ട്, ബ്യൂട്ടൈൽ റബ്ബറിന് ഡബിൾ ബോണ്ട് ഇല്ല. ദാറ്റ് ഈസ് ഓൺലി ഡിഫറൻസ്. സോ ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബൈ IR spectral peak. Because natural rubber has C double bond C, so the value it is 1600 centimeter inverse ആയിരിക്കും. Peak around at 1600 centimeter inverse ആയിരിക്കും. ഡബിൾ ബോണ്ട് നമുക്കറിയാം, ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ 1200 centimeter inverse അല്ല. ഓപ്ഷൻ ബി 1600 centimeter inverse. Yes, the right answer it is option B. So natural rubber, butyl rubber, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ഫെമിലറൈസ് ആവുക. നാച്ചുറൽ റബ്ബർ CH3 C ഡബിൾ ബോണ്ട് CH CH2 സിംഗിൾ ബോണ്ട് CH2 CH2 ദെൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദെൻ അതേപോലെ സെയിം സ്ട്രക്ചർ ഇവിടെയും. ഓക്കെ, സോ the natural rubber
has double bond and the peaks around at 1600 centimeter inverse. Butyl rubber naniki there is no double bond. Okay, so it can be distinguished by IR spectral peak around 1600 centimeter inverse. Clear? The next question it is, the shape of ClF2 plus is. ഷേപ്പ് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് പോളി അറ്റോമിക് മോളിക്യൂൾസ് പഠിക്കേണ്ടതാണ്. എല്ലാ എക്സാമിനും ഒരു ഷേപ്പ് ഉറപ്പായിട്ടും ചോദിക്കുന്നത്. സോ ദ ഷേപ്പ് ഓഫ് ClF2 പ്ലസ് ഈസ് ഓപ്ഷൻ എ ആംഗുലാർ, ഓപ്ഷൻ ബി ലീനിയർ, ഓപ്ഷൻ സി ട്രൈഗണൽ ആൻഡ് നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ആദ്യം പറഞ്ഞു തരാം. സോ അക്കോർഡിംഗ് ടു VSEPR തിയറി, according to VSEPR theory, എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. അക്കോർഡിംഗ് ടു VSEPR തിയറി ഷേപ്പ് സ്ട്രക്ചറൽ ഫോർമുലയും അതിൻ്റെ ഷേപ്പുമാണ് പറയുന്നത്. ഇനി ഏത് ചോദിച്ചാലും എഴുതാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. രണ്ട് ബോണ്ട് പെയർ എലോൺ ആണെങ്കിൽ, 2 ബോണ്ട് പെയർ എലോൺ, ഏത് കോമ്പൗണ്ടും ആയിക്കൊണ്ടേ കൗണ്ട് ചെയ്യുമ്പോൾ 2 ബോണ്ട് പെയറുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. 2 ബോണ്ട് പെയർ എലോൺ ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ലീനിയർ ആയിരിക്കണം. ദാറ്റ് മീൻസ് YMY, മെറ്റൽ വിത്ത് 2 ബോണ്ടിങ്, 2 ബോണ്ട് പെയർ എലോൺ. രണ്ടാമതായിട്ട് 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ടെങ്കിൽ, 2 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെൻഡ് ഷേപ്പ്, അതായത് MYY വിത്ത് 1 ലോൺ പെയർ. ഓക്കെ, ഇനി 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ടെങ്കിൽ, 2 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ, അങ്ങനെയാണെങ്കിലും ബെൻഡ് ഷേപ്പാണ്. MYY, ഇവിടെ 2 ലോൺ പെയർ. ഓക്കെ, സോ 2 ബോണ്ട് പെയർ എലോൺ ലീനിയർ ആണ്, 2 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ ബെൻഡ് ആണ്, 2 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ ബെൻഡ് ആണ്. അടുത്തത് നോക്കാം, ശ്രദ്ധിക്കുക. 2 ബോണ്ട് പെയർ ആൻഡ് 3 ലോൺ പെയർ. Okay, it is linear or triangular planar. Linear or triangular planar. Okay, that means എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നതെന്ന് വെച്ചാൽ MYY 2 ബോണ്ട് പെയർ, then 3 ലോൺ പെയർ. This is 3 lone pair and 2 bond pair. That means linear or triangular planar. Next one, 3 bond pair alone. 3 bond pair മാത്രം വരുവാണെങ്കിൽ the shape it is trigonal planar. Trigonal planar. That means MYY, trigonal planar. 3 bond pair alone. Next one, 3 bond pair and 1 lone pair. 3 bond pairum ഒരു lone pairum. The shape it is pyramidal. Shape എന്താണ്? Pyramidal ആണ്. നമ്മുടെ ammonia which is belongs to pyramidal. That means 3 bond pair and 1 lone pair. That means shape എങ്ങനെ വരും? XXX. Okay. ഇനി 3 bond pair and 2 lone pair. 3 bond pair and 2 lone pair. The shape it is T shape. 3 bond pairum 2 lone pair വരുവാണെങ്കിൽ T shape ആയിരിക്കും. That means
This is T-shaped. Okay, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. 2 bond pair and 3 lone pair വരുവാണെങ്കിൽ linear or triangular planar. 3 bond pair alone ആണെങ്കിൽ trigonal planar. 3 bond pair and 1 lone pair ആണെങ്കിൽ pyramidal. 3 bond pair and 2 lone pair ആണെങ്കിൽ T-shape. Clear? ബാക്കി നോക്കാം. 4 bond pair. 4 bond pair ആണെങ്കിൽ നമുക്കറിയാം it is tetrahedral. 4 bond pair ആണെങ്കിൽ എന്താണ്? tetrahedral ആണ്. That means M X X X X tetrahedral. 4 bond pair അല്ലോ. ഇനി 4 bond pair and 1 lone pair. 4 bond pair and 1 lone pair, it is trigonal pyramidal. Trigonal bipyramidal. Trigonal bipyramidal or seesaw. Okay, seesaw shape. Seesaw shape എങ്ങനെയാണെന്ന് ചോദിച്ചാൽ M this is seesaw shape. M X X X X ഒരു ഡബിൾ ഒരു ലോൺ പെയർ. 4 ബോണ്ട് പെയർ ആൻഡ് 1 ലോൺ പെയർ. ശ്രദ്ധിക്കുക, രണ്ട് ഓപ്ഷനുകൾ, ഒന്നുകിൽ ട്രയാങ്കിൾ ബൈ പിരമിഡൽ എന്ന് കാണാം, അത് ശരിയാണ്, അല്ലെങ്കിൽ സീസോ ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ 4 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. 4 bond pair and 2 lone pair. The shape it is square planar. 4 bond pair 2 lone pair വന്നാൽ എന്താണ്? സ്ക്വയർ പ്ലാനാർ ആണ്. സ്ട്രക്ചർ എങ്ങനെ വരും? M X this is the structure of square planar. ഓക്കെ, 4 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ ഇറ്റ് ഈസ് സ്ക്വയർ പ്ലാനർ. അടുത്തത് 5 ബോണ്ട് പെയർ എലോൺ. 5 ബോണ്ട് പെയർ എലോൺ. 5 ബോണ്ട് പെയർ എലോൺ ആണെങ്കിൽ ട്രയാഗണൽ ബൈ പിരമിഡൽ ആയിരിക്കും ആൻസർ. അഞ്ച് ബോണ്ട് പെയർ ആണെങ്കിൽ trigonal by pyramidal. That means M X X X. Okay, this is trigonal by pyramidal. Clear ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ 5 bond pair and 1 lone pair. Shape it is square pyramidal. Shape it is square pyramidal. 5 bond pair and 1 lone pair. This is square pyramidal. That means square pyramidal എന്ന് പറഞ്ഞാൽ M X X X X. This is square pyramidal. Okay, then 5 bond pair and 2 lone pair. 2 bond പെയറും 2 ലോൺ പെയറും ആണെങ്കിൽ ഇറ്റ് ഈസ് പെൻറ്റഗണൽ പ്ലാനാർ. പെൻറ്റഗണൽ പ്ലാനാർ. പെൻറ്റഗണൽ പ്ലാനാർ എന്ന് പറഞ്ഞാൽ ഒരു 5 മെമ്പേർഡ് റിംഗ് വിത്ത് 2 ലോൺ പെയർ. ഒരു പെൻറ്റഗൺ വരയ്ക്കും, അതിനകത്ത് 2 ലോൺ പെയർ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ 6 ബോണ്ട് പെയർ. 6 ബോണ്ട് പെയർ ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ആയിരിക്കും. 6 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. ഓക്കെ, ഇതാണ് ഷേപ്പ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഷേപ്പ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 2 ബോണ്ട് പെയർ എലോൺ ആണെങ്കിൽ ലീനിയർ. 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ ബെൻഡ്. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണെങ്കിലും ബെൻഡ്.
2 ബോണ്ട് പെയറും 3 ലോൺ പെയറും ആണെങ്കിൽ ലീനിയർ അല്ലെങ്കിൽ ട്രയാഗണൽ പിരമിഡ്. 3 ബോണ്ട് പെയർ അലോൺ, it is trigonal planar. 3 bond pair and 1 lone pair, it is pyramidal. 3 bond pair and 2 lone pair, it is T shape. 4 bond pair, it is tetrahedral. 4 bond pair and 1 lone pair, it is seesaw. 4 bond pair and 2 lone pair, it is square planar. 5 bond pair alone, it is trigonal bipyramidal. 5 bond pair and 1 lone pair, it is square pyramidal. 5 bond pair and 2 lone pair, it is pentagonal planar. 6 bond pair alone, it is octahedral. And 6 bond pair and 1 lone pair, it is distorted octahedral. ഇത്രയും പഠിച്ചാലും നിങ്ങൾ ഏത് ഷേപ്പ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ClF2 പ്ലസ് ഈസ് ചോദിച്ചിരിക്കുന്നത് ClF2 പ്ലസ് ആണ്. സോ ഹിയർ Cl ആണ്, 2 F 1 പ്ലസ്സും ഉണ്ട്. Cl നമുക്കറിയാം എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ എണ്ണം 7 ആണ്, ശരിയല്ലേ? അപ്പം 7 ആണ്. 7 നിന്നും 2 പോയിട്ടുണ്ട്, കാരണം 2 ബോണ്ട് പെയർ പോയിട്ടുണ്ട്. സോ 5 ആണല്ലോ. ഒരു പ്ലസ് ആണ്. ഒരു പ്ലസ് എന്ന് പറയുമ്പോഴോ 1 കുറയും. ഒരു മൈനസ് ആണെങ്കിൽ 1 കൂടും, ഒരു പ്ലസ് ആണെങ്കിൽ 1 കുറയും. ഓക്കെ, സോ ClF2 പ്ലസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് പെയർ എത്ര ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം, ബിക്കോസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും ബോണ്ട് ഉണ്ട്. ദാറ്റ് മീൻസ് 2 ബോണ്ട് പെയർ. ഇനി എത്ര ഇലക്ട്രോണുകൾ അധികം ഉണ്ടെന്ന് എണ്ണണ്ടേ. അപ്പം Clന് 7 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 ബോണ്ടിന് പോയി, അങ്ങനെ 5 ആയി. 5-ൽ നിന്ന് 1 എണ്ണം പ്ലസ് പോയിട്ടുണ്ട്, അപ്പം 1 എണ്ണം കൂടെ പോയി 4. 4 എന്ന് പറയുമ്പോൾ എത്ര പെയറാണ്? 2 പെയറാണ്. സോ 2 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുമ്പോൾ എന്താണ് ഷേപ്പ് വരുന്നത്? നിങ്ങളുടെ ആൻസറിലുണ്ട്. എന്താ? ഒന്നുകിൽ ബെൻഡ് അല്ലെങ്കിലോ, ഒന്നുകിൽ ബെൻഡ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഓപ്ഷൻ എ ആങ്കുലാർ. ഓക്കെ, ലീനിയർ അല്ല, എന്തായാലും ട്രയാഗണൽ ഒന്നും അല്ല, നൺ ഓഫ് ദീസ് ആണെന്ന് പറയരുത്. ഇറ്റ് ഈസ് ആങ്കുലാർ. ക്ലിയർ ആണല്ലോ? ബെൻഡിൻ്റെ മറ്റൊരെണ്ണമാണ് ആങ്കുലാർ. സോ ദി ClF2 പ്ലസ് ഇറ്റ് ഈസ് ആങ്കുലാർ ഇൻ ഷേപ്പ്. ക്ലിയർ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഷേപ്പുകളും അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുലയും കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഏത് ചോദിച്ചാലും അതിൻ്റെ ഷേപ്പ് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? യെസ്. സോ ദ ഷേപ്പ് ഓഫ് ClF2 പ്ലസ് ഈസ് ആങ്കുലാർ. Next question it is, the residual entropy associated with a crystal with the 6 possible orientation will be nearly. Option A 10, option B 1.5, option C 15 and option D 3.5. ചോദിച്ചിരിക്കുന്നത് 6 പോസിബിൾ ഓറിയൻറ്റേഷൻ ഉള്ള ഒരു ക്രിസ്റ്റലിൻ്റെ റെസിഡ്യുവൽ എൻട്രോപ്പി എത്രയാണെന്നാണ്. സോ ഫസ്റ്റ് റെസിഡ്യുവൽ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുക. ദാറ്റ് ഈസ് റെസിഡ്യുവൽ എൻട്രോപ്പി S is equal to residual entropy S is equal to KLNW. ഇതാണ് റെസിഡ്യുവൽ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. S is equal to KLNW. നമുക്കറിയാം W എന്ന് പറയുന്നത് we can rewrite as 6 raised to Na. W എന്ന് പറയുന്നത് എന്താ? 6 raised to Na ആണ്. അപ്പോൾ ഇതെല്ലാം റെസിഡ്യുവൽ എൻട്രോപ്പി, ഇതെല്ലാം തെർമോഡൈനാമിക്സിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം പഠിച്ചതാണ്. സോ W we can write 6 raised to Na. സോ ഇത് നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. നമുക്ക് S equal to KLN 6 raised to Na. ഓക്കെ ആണല്ലോ? ഈ 6 raised to Na log 6 പവർ ആണ്. സോ വി ക്യാൻ റൈറ്റ് S is equal to KNA
ln 6 k na ln 6. നമുക്കറിയാം na k എന്ന് പറയുന്നത് എന്തുവാ 6. na k എന്ന് പറയുന്നത് എന്താ 6. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? s is equal to r ln 6 എന്ന് എഴുതിക്കൂടെ? s is equal to r ln 6. ഓക്കെ, ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ln 6ൻ്റെ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 8.31 ഇൻറ്റു ln 6. ഓക്കെ, 8.314 ഇൻറ്റു ln 6. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 14.89. That is approximately 15. Option C is the right answer. ഓക്കെ, അപ്പോൾ റെസിജ്വൽ എൻട്രോപ്പി ചോദിക്കുകയാണെങ്കിൽ റെസിജ്വൽ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ആദ്യം ഓർത്തിരിക്കുക. ഈസ് എസ് എസ് ഈക്വൽ ടു റെസിജ്വൽ എൻട്രോപ്പി എസ് ഈക്വൽ ടു എൽ എൻ ഡബ്ല്യു കെ എൽ എൻ ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറയുന്നത് വി ക്യാൻ റീറൈറ്റ് ആസ് 6/NA. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് S is equal to KL 6/NA. S is equal to KNA എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. സോ S is equal to R into ln 6. R into ln 6. So S equal to R ln 6 is equal to Rൻ്റെ വാല്യൂ 8.314 into ln 6 is equal to 14.89. Approximately it is equal to 15, and the right answer it is option C. Clear ആണോ? യെസ്. അപ്പോൾ റെസിജ്വൽ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മറക്കരുത്. ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. S is equal to KLN W. W എന്ന് പറഞ്ഞാൽ 6/NA. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് the point group of 1,1-difluoroethylene is. Point group ആണ്. So it is from group theory. Group theory എന്നുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 1,1-difluoroethylene പോയിന്റ് ഗ്രൂപ്പ് ഏതാണ്? സിമ്പിൾ. അപ്പോൾ 1,1-difluoroethylene ആദ്യം വരയ്ക്കുക. 1ലും തന്നെയാണ് ഫ്ലോറിൻ. സോ എഫ്. This is 1,1-difluoroethylene. ഇത് ഏത് പോയിന്റ് ഗ്രൂപ്പ് ആണ് എന്നാണ് ചോദ്യം. നമുക്ക് എന്തായാലും അറിയാം C∞V അല്ല. കാരണം എന്താ? C∞V എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആദ്യം ആലോചിച്ച് വെച്ചിരിക്കാം. ലീനിയർ മോളിക്യൂൾ with center of inversion linear molecule with the center of inversion ആണെങ്കിൽ the point group is D∞H. linear molecule ആയിരിക്കണം with the point of intersection അല്ലെങ്കിൽ inversion. example H2. okay, H bond H, it is a linear molecule with the center of inversion. okay, എന്നാൽ linear molecule without center of inversion it's belong to C∞V. example HCl. അതായത് HCl linear molecule ആണ്, പക്ഷേ center of inversion ഇല്ല. okay, so linear molecule without center of inversion ആണ് C∞V. It is not a linear molecule, so it is not under C∞V. C∞V അല്ല നമ്മൾ ഉറപ്പിച്ചു. പിന്നെ C3V ഉണ്ട്, C2V ഉണ്ട്, C3H ഉണ്ട്. നോക്കാം. ഇതിലൂടെ ഞാൻ ഇങ്ങനെ ഒരു പ്ലെയിൻ കടത്തി വിടുന്നു. ഒരു റൊട്ടേഷൻ ചെയ്താൽ എനിക്ക് ഈക്വൽ ഓറിയൻറ്റേഷൻ കിട്ടത്തില്ലേ? ഒരു ഫ്ലിപ്പ് ചെയ്താൽ FH താഴെ വരും, കിട്ടത്തില്ലേ? എന്നാൽ ഇനി വേറെ ഏതെങ്കിലും രീതി ചെയ്താൽ കിട്ടുമോ? ഇല്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹാവ് എ C2 ആക്സിസ്. എന്തുണ്ട്? ഒരു C2 ആക്സിസ് ഉണ്ട്. ഇനി ഞാൻ അതേ പ്ലെയിനിൽ കട്ട് ചെയ്യുന്നു. അതേ പ്ലെയിനിൽ കട്ട് ചെയ്താൽ എനിക്കൊരു പ്ലെയിൻ കിട്ടത്തില്ലേ? ഈക്വൽ ഹാഫ്സിലുള്ളൊരു പ്ലെയിൻ കിട്ടത്തില്ലേ? ദാറ്റ് മീൻസ് σV കിട്ടി. ഓക്കെ, C2 ആക്സിസ് കിട്ടി,
സിഗ്മ അതുവല്ലോടെ പ്ലെയിൻ കടത്തി വിട്ടപ്പോൾ സിഗ്മ വിയും കിട്ടി. ഇനി 1,1 ഡൈഫ്ലൂറോഎഥിലീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ sp2 ഹൈബ്രിഡൈസ്ഡ് മോളിക്യൂളാണ്. ഓക്കെ, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് ഇൻ എ പ്ലെയിൻ. ഓക്കെ, അതായത് പ്ലാനാർ മോളിക്യൂളാണ്. പ്ലാനാർ മോളിക്യൂൾ ആകുമ്പോൾ ഡെഫിനറ്റ്ലി എന്തുണ്ടായിരിക്കും? ഒരു മോളിക്യുലാർ പ്ലെയിൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് സിഗ്മ വി ഡാഷ്. ഓക്കെ, പിന്നെ എല്ലാ മോളിക്യൂളിനും എന്തുണ്ട്? ഐഡന്റിറ്റി ഇ ഉണ്ട്. സോ ഇ കിട്ടി, C2 കിട്ടി, സിഗ്മ വി കിട്ടി, സിഗ്മ വി ഡാഷ് കിട്ടി. 4 ഡിഫറെൻറ്റ് സിമെട്രി എലമെൻറ്റ്സ് ഉള്ള ഇത് വിച്ച് ബിലോങ്സ് ടു C2V പോയിന്റ് ഗ്രൂപ്പ്. ശരിയല്ലേ? സോ ഇറ്റ് ഈസ് എ ഇ C2 സിഗ്മ വി ആൻഡ് സിഗ്മ വി ഡാഷ്. So all it belongs to C2V point group. So the answer it is option C, C2V. അപ്പോൾ 1,1 ഡൈഫ്ലൂറോഎഥിലീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? C2V പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ക്ലിയർ? യെസ്.